ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചിക്കൻ കുറുമയാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു കുറുമ തന്നെയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഫസ്റ്റായിട്ട് തന്നെ കാഷ്നറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10-14 കാഷ്നറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു തേങ്ങയുടെ 2 പാലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും അങ്ങനെ. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ 2 ടേബിൾ ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 3 ഏലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കറാമ്പൂ ഉണ്ടല്ലോ, അതും ഒരു 4 പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പട്ടയുടെ കഷ്ണം, ചെറിയൊരു കഷ്ണം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 സവാള ഉണ്ടല്ലോ, അതൊരു മീഡിയം സൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണവും കാര്യമൊക്കെ പോകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം. നന്നായി വാട്ടിയതിന് ശേഷമാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉള്ളി നന്നായിട്ട് വാടി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ടൈമും കൂടി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായി വാടി കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അരച്ചെടുക്കൽ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറിയിട്ട് അരച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിതാ പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളി വാട്ടിയെടുത്തിട്ടുള്ള അതേ സെയിം പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാനുള്ളത് പൊടികളാണ്. അപ്പം ഇനി ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതാ മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ തിളച്ചിങ്ങനെ വരുമ്പോൾ നമ്മളിതിലേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള സവാള ഉണ്ടല്ലോ, ഉള്ളി, അത് നമ്മൾ പേസ്റ്റാക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത്.
ഇനി നമുക്കിതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചിക്കന് ചെറിയ പീസാക്കിയിട്ട് നോർമൽ പീസിലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ കറി. അപ്പോൾ ഇനി ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുത്ത് മിക്സാക്കിയിട്ട് എന്താ പറയുക കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിൽ ഞാൻ അണ്ടിപ്പരിപ്പും ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു ഹാഫ് വേവായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് കറി തിളച്ച് വരുന്നുണ്ട്. ചിക്കൻ ഇതാ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റോളം ഇതാ നമ്മൾ നല്ല ചിക്കന് വേവിക്കാൻ വെച്ചിരുന്നു. ഇതപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട് ചിക്കന്. അപ്പം ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് സാധനം ഇട്ട് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നമ്മൾ 1 തേങ്ങാപ്പാലുണ്ടല്ലോ അതിനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഇനി ഒഴിച്ചതിന് ശേഷം ഓവറായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മളെ കറി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കുറുമ നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പൊറാട്ടയുടെയും പത്തിരിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ ഇത്. ഇനി അതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കറിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതൊന്ന് തൂമ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ ഏതാ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയും പിന്നെ മുളകുണ്ടല്ലോ ഒരു മുളക് കട്ടാക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ലാസ്റ്റ് അവസാനത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാനിത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കുറുമയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ പുതിയ പുതിയ റെസിപ്പികളും ഇതൊക്കെ ആയിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ടാക്കുക. അതേപോലെ തന്നെ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.